ഈ കൊച്ചു നാടകം അതിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ ഞങ്ങൾ നടത്തിയത് വളരെ കുറച്ച് ദിവസങ്ങളിലെ റിഹേഴ്സൽ മാത്രം കൊണ്ടാണ്. അതുകൊണ്ട് തെറ്റുകൾ വന്നേക്കാം, നിങ്ങൾ സദയം ക്ഷമിക്കുക. ഇത് ജാലിയൻ വാലാബാഗ് പങ്കെടുത്ത ഒരു കണാരൻ്റെ കഥയാണ്. ഉള്ളതിൽ പാതി അറിയാതെ പോയി, അറിഞ്ഞതിൽ പാതി പറയാതെ പോയി, പറഞ്ഞതിൽ പാതി പതിരായും പോയി. ഇതൊക്കെയാണ് നമ്മുടെ ശൈലി. പക്ഷേ കണാരന് നേരെ മറിച്ചാണ്. ഉള്ളതിനേക്കാൾ അധികം അയാൾ പറയും, പറഞ്ഞതിനേക്കാൾ അധികം പതിരായും പോവും. എല്ലാവരും കൂടി ഞങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. ഞങ്ങൾ തുടങ്ങുകയാണ്. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ. കൃഷ്ണ ഗുരുവായൂരപ്പ, ആരും വന്ന് കടം പറഞ്ഞു പോരുത് ഭഗവാനെ. ഉണ്ടാക്കിയ വെള്ളപ്പം പുട്ടും മുഴുവൻ തീർത്ത് തരണം ഭഗവാനെ. പൈസക്കാരനാക്കി തരണം കൃഷ്ണ ഭഗവാനെ. ഒരു ചായ. ഓ എന്റെ കൃഷ്ണ, പറഞ്ഞു തീരുന്നതിന് മുന്നേ കുരിശാണല്ലോ വന്നത്. എന്താ ശിവാന്ത ഈ പറഞ്ഞേ? കൃഷ്ണന്റെ കയ്യിൽ കുരിശാ? ഓടക്കോയിലല്ലേ? രണ്ടോടക്കോയിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുരിശായല്ലോ. അല്ല, ഇങ്ങനത്തെ ദാക്ഷായനടുത്ത് ചായ ഒന്നും തരലില്ലേ? എന്റെ പീടികയിൽ വന്നൊരു ചായ കുടിക്കുന്നതിന്റെ ഒരു സുഖം അതൊന്ന് വേറെ തന്നെയാ. എന്റെ പീടികയിൽ വന്ന് ചായയും കുടിച്ച് കടം പറഞ്ഞു പോകുമ്പോ നിങ്ങൾക്ക് നല്ല സുഖ, എനിക്ക് വലിയൊരു സുഖമൊന്നും ഇല്ല. അത് എന്തിത്താ ശിവാന്ത ഉള്ളപ്പം തരൂലേ? ഉള്ളപ്പം എന്നാ പിന്നെ ഇങ്ങോട്ട് തന്നൂടെ? അതിന് വേണ്ടേ? ആ വേണ്ടേ. ഉള്ളപ്പം എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ വെള്ളപ്പം മുഴുവൻ തിന്നല്ലാണ്ട് പൈസ കിട്ടുന്ന കോളൊന്നും ഇല്ല. എന്തിത്താ ശിവാന്ത ഈ തിന്നേനും കുടിച്ചതിനൊക്കെ ഇങ്ങനെ കണക്ക് പറയാൻ തുടങ്ങിയാല് ഇത് നേരെയാവോ? അല്ല നമ്മളെ പത്രം എടുപ്പോയി. ഇമ്പളെ പത്രോ? അല്ല എന്റെ. അത് ശരി. അല്ല, നിങ്ങളൊരു സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ട് നിങ്ങളെ വീട്ടില് പത്രമൊന്നും ഇടല്ലേ? എടാ, വീട്ടിൽ നിന്ന് വായിക്കാൻ പറ്റിയ നല്ല പത്രം ഏതാ ഉള്ളത്? പിന്നെ ഇവിടുന്നും വായിക്കണ്ട. അല്ല, പീടികന്ന് ഏത് പത്രവും വായിക്കാം. ആ, നിങ്ങള് വെറും ഓസാവുണ്ട്. ഇതെന്തിത്താണ്ട കട്ടൻ ചായ? ഈ പഞ്ചായത്തിലെ പശുക്കളൊന്നും ഉറങ്ങി എണീറ്റില്ല, നിങ്ങക്ക് നേരവും പൊലിച്ചില്ലാന്ന് വെച്ചിട്ട്. അത് ശരി. രാവിലത്തെ ഉമ്മറുട്ടിയാണ് പാലും കൊണ്ട് വന്നിട്ടില്ല. ആ, ഓൻ വരൂല. ഓൻ നട്ടുച്ച വരെ കിടന്നുറങ്ങിയല്ലേ. ഇമ്പൾ ഇന്ത്യക്കാർക്ക് നട്ടുച്ച വരെ കിടന്നുറങ്ങാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ മാതിരിയുള്ള ആൾക്കാർ കഷ്ടപ്പെട്ട് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ, ഇത് കണാരൻ, നാട്ടുകാരുടെ ജാലിയൻ കണാരൻ. ഇദ്ദേഹത്തിന് സ്വാതന്ത്ര്യ സമരവുമായി യാതൊരു ബന്ധവുമില്ല. എന്നാൽ താനൊരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് എന്നാണ് കണാരന്റെ ഭാഷ്യം. ശിവാന്ത, ഓ, എന്തൊക്കെയാണ് എന്റെ അച്ഛന്റെ ഒക്കെ വീരവാദം തെരഞ്ഞെടുപ്പിന്റെ സമയത്ത്? ഒന്നായിട്ട് നിങ്ങളായിട്ട് കൊണ്ടുപോകുന്നല്ല പറഞ്ഞേ. അപ്പൊ മറ്റൊരായിട്ട് കൊണ്ടായില്ലേ? ഒന്നായിട്ട് പൂത്തുവാരി പോയില്ലേ? അതിലൊന്നും വലിയ കാര്യമില്ല. ഒരു തെരഞ്ഞെടുപ്പ് ആവുമ്പോ ജയവും തോൽവിയൊക്കെ സാധാരണയല്ലേ. അതെന്താ അങ്ങനെ? ഇപ്പൊ അങ്ങനെയൊന്നല്ല, എപ്പോഴും അങ്ങനെ തന്നെയാ. ഹിറ്റ്ലർ തോറ്റില്ലേ, മുസോളിനി തോറ്റില്ലേ. അല്ല, ഓരൊക്കെ ഏത് പഞ്ചായത്തിലേനു? ഒരു കോർപ്പറേഷനില്. ആ, അതാ ഞാൻ അറിയാഞ്ഞേ. നിങ്ങൾ എന്തൊരു സ്വാതന്ത്ര്യ സമര സേനാനിയാ, നമ്മളെ പഴയ ഹിറ്റ്ലർ മുസോളിനി. അതാ ഉദ്ദേശിച്ചില്ലേ? ഉമ്മറൂട്ടി പാലും കൊണ്ട് വന്നിണ്ടല്ലോ, ഇനിയിപ്പൊ സമാധാനായി. തോണിക്കാരൻ പോയോ ശിവാന്ത? തോണിക്കാരൻ പോയോ? ഓൻ രാവിലെ അക്കരയ്ക്ക് പോയിട്ടുണ്ട്, ഇക്കരയിലേക്ക് ഇതുവരെ വന്നില്ല. പാലങ്ങോട്ട് എടുത്തേക്ക്. പാലിനൊക്കെ വില കൂടിയാണ്. അത് കുഴപ്പമില്ല, വെള്ളം ലേശം കുറച്ചാ മതി. എന്താ? അല്ല, വെള്ളം കൂട്ടിയിട്ടൊരു ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചതാ. അല്ല ഉമ്മറുട്ടിയെ, നേരത്തെ എത്തിയില്ലേ? അനക്ക് ലേശം നേരത്തെ അങ്ങോട്ട് എണീറ്റ് പോന്നൂടെ? ഞാൻ കട്ടൻ ചായ കുടിക്കില്ലേ കണ്ടേ ഈ. അത് ശരി. ശിവാന്ത, ഓ, എന്തിത്താണ് ഇപ്പൊ പേപ്പറിൽ കാണുന്നത്? അമേരിക്കയില് പിന്നെ ആമ പ്രസിഡന്റ് ആയിപ്പോ. അരെ, ഒബാമ. ഇങ്ങനെ പറയും. ഇങ്ങനെ പോകാണ് ആ നാട്ടിൽ ആടും പട്ടിയൊക്കെ പ്രസിഡന്റ് ആവും. നിങ്ങൾക്കിപ്പം കുറച്ച് വിടല് കൂടിയണല്ലേ? ഉമ്മറുട്ടി അങ്ങനത്തെ ഒരു വർത്താനോ? എന്തേ?
അന്നെക്കാട്ടാ ഞാൻ അയ്യൊക്കെ ജനിക്കുന്നതിന്റെ മുന്നേ ഉള്ള കാര്യങ്ങൾ ഞാൻ പറയുമ്പോ വിടലാന്ന് അങ്ങോട്ട് പറഞ്ഞ് തള്ളിക്കളയരുത് കേട്ടോ പറഞ്ഞേ. പക്ഷെ എന്തായാലും നിങ്ങൾ ഒരു കാര്യത്തിൽ എനിക്ക് ബഹുമാനുണ്ട്. എന്ത്? നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് അടുത്ത പഞ്ചായത്തിൽ പോകുമ്പോ ജാലിയൻ കണാരന്റെ നാട്ടിൽ നിന്നാണ് നമ്മൾ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കാര്യം ശിവാന്ത. ശരിയാ. അത് ഒരു അഭിമാനല്ലേ ഇങ്ങക്ക്? അതാണ്, അതാണ്. അത് ഞാനായിട്ട് ഉണ്ടാക്കി വെച്ച ഒരു പേരല്ലേ ഈ? ആ, അത് ശരിയാണ്. അതാ പറഞ്ഞേ. അല്ല, കുറേ നിങ്ങളെ ഈ നാട്ടിൽ ഒരേ ഒരു സ്വാതന്ത്ര്യ സമര സേനാനി ഞാനല്ലേ ഉള്ളൂ. പക്ഷെ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കണമെന്ന് ഞാൻ കുറച്ചു കാലമായി ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ്? ഇങ്ങക്ക് ഈ ജാലിയൻ കണാർ എന്നുള്ള പേരെങ്ങനെയാ വന്നത്? അങ്ങനെ ചോദിക്ക് ശിവാനന്ദ അജി ഇവിടെ കുത്തിരിക്കുക ഞാൻ പറഞ്ഞുതരാം. ആ. ആ ജാലിയൻ കണാറിനല്ല, ജാലിയൻ വാലാവാഗ് കണാറ്. അങ്ങനെയായിരുന്നു. അങ്ങനെയാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേൾക്കണം ടോമറിച്ച്, ഈ ജാലിയൻ വാലാബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു 3 മതില. ഈ 3 മതിലിന്റെ ഉള്ളിലേക്ക് മുമ്പ് ഇന്ത്യക്കാരെ ബ്രിട്ടീഷുകാരെ ഓടിച്ചങ്ങോട്ട് കയറ്റാ. ഞാനൊക്കെ മുന്നിൽ ഓടി കേറിയിട്ടുണ്ട്. നിങ്ങൾ എന്താ തിന്നാൻ കിട്ടുന്ന വിചാരിച്ചിട്ടുണ്ടാവും. അല്ലടോ ഞാൻ ഇത് വിളിച്ചു കൊടുക്കുക. എന്ത് ഇന്ത്യക്കാരെ? അല്ല, മുദ്രാവാക്യം. ഓ, അത് ശരിയാ. വിളിച്ചു കൊടുക്കുക. അങ്ങനെ ഞാൻ മുന്നിലാണ്ട് ഓടി, എല്ലാരും ഓടി കേറണം. പിന്നെ അവരാണ്ട് വെടിയെക്കാൻ തുടങ്ങി. ഓർക്ക് വെടിയെക്കാനല്ലേ അറിയുള്ളൂ. ഇത് കൊള്ളുക, ഇത് കൊള്ളാൻ അതന്നെ നമുക്ക് അറിയുള്ളൂ. അങ്ങനെ എന്റെ മുന്നിലൊക്കെ ഓരോരുത്തരും ഇങ്ങനെ മരിച്ച് വീഴുക എന്റെ മുന്നില്. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കുക എന്താ അപ്പൊ ചെയ്യാ. 5 വെടിയുള്ളൂല. ഞാനന്ന് മെലിഞ്ഞിട്ടാ. ഞാൻ അങ്ങനെ ഒഴിഞ്ഞു മാറുക. അങ്ങനെ നോക്കുമ്പോ പെട്ടെന്നുണ്ട് ഒരു പച്ചമുള. പച്ചമുളകോ? കരിവേപ്പില. കടുക് കൂട്ടി വറവിട്ട കറിയില്. ശിവാന്ത ഈ ജാലിയൻവാലാബാഗിൽ വന്നിട്ട് കടുക് പൊട്ടിക്കാൻ മെനക്കെടയില്ല. പറയുന്നാല് കേക്ക്. ഒരു പച്ചമുള, വലിയൊരു പച്ചമുള. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ പറഞ്ഞ എന്റെ മനസ്സിൽ അങ്ങോട്ട് പൊട്ടി കടുക്. കടുകല്ല, ലഡു. അതങ്ങോട്ട് പൊട്ടി. ഞാൻ എന്ത് ചെയ്തെന്ന് അറിയിച്ചു ശിവാന്ത അങ്ങോട്ട് പറയുന്ന കേക്ക്. ഇത് മുള അങ്ങോട്ട് എടുത്തിട്ട് ഓടി വന്ന് കുത്തി ഒരൊറ്റ ചാട്ടാം അതിന്റെ അപ്പുറത്തേക്ക്. രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ട് ഞാൻ രക്ഷപ്പെട്ടു. പിറ്റേന്ന് രാവിലെ മുതൽ എനിക്ക് പേരും വീണ്. എന്ത് പേര്? ജാലിയൻ വാലാബാഗ് കണാരൻ. ജാലിയൻ വാലാബാഗ് കണാരൻ. അങ്ങനെയാണ് നിങ്ങൾക്ക്. പിന്നെ അത് ലോപിച്ചിട്ടാണ് ജാലിയൻ കണാരനായി മാറിയത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ നമ്മളെ പ്രഭു ഉണ്ടല്ലോ. ഏത് പ്രഭു? ഡൽഹൌസി പ്രഭു. ഇയാളെ പട്ടാളം വന്നിട്ട് എന്നെ ആട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ഞാൻ വിചാരിച്ചു എന്നെ അവിടെ കൊണ്ടുപോയിട്ട് വെടിവെച്ച് കൊല്ലാനുള്ള പരിപാടിയാണ്. അങ്ങനെ എന്റെ എല്ലാരും വന്ന് ഇതെന്താന്നുള്ള സംഭവം നല്ല അറിയണല്ലോ. അങ്ങനെ ഞങ്ങൾ നേരെ കയറി ചെങ്ങലിലെ മൂപ്പര ബംഗ്ലാവിലേക്കാ. എവിടേക്ക്? വലിയ വീടുണ്ടല്ലോ, ഇല്ല പ്രഭുവിന്റെ ഇല്ല. ശരി. ആത്തോരുണ്ട് മുന്നിൽ കുത്തി. ഇയാളെ ഭാര്യടോ. അപ്പൊ ചെന്ന് നോക്കിയപ്പോണ്ട് അവിടെയുണ്ട് ഒരു വലിയ പച്ചമുള. എന്താത്? എന്താന്നുള്ള നിങ്ങൾ കേക്കി. ഇയാളെ മോൻ ഇത് പഠിപ്പിച്ചു കൊടുക്ക. ഈ ചാട്ടം അറിഞ്ഞുപോയി എല്ലാരും. അങ്ങനെ ഞാൻ ഇതിങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുക. അപ്പൊ ഇയാളെ ഭാര്യ ചോദിക്കുക, വാട്ട് ഈസ് ദിസ്? അപ്പൊ മൂപ്പര് പറഞ്ഞു കൊടുക്ക, ദിസ് ഈസ് കണാരൻ ചാട്ടം. ഞാൻ പറഞ്ഞു ഇത് നടക്കൂല കേട്ടോ, ഇതെനിക്ക് താല്പര്യം, എന്റെ പേരിൽ അങ്ങനെ ഒരു കളി വേണ്ടാന്ന് ഞാൻ ആട്ട് ഉറപ്പിച്ചാണ്ട് പറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്താ ചെട്ടോളി എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പൊ അതിനെന്തോ ഒരു ഒളിമ്പിക്സിൽ എന്തോ ഒരു പേരുണ്ട്. ഈ വടിയായിട്ട് കുത്തി വന്ന് ചാടുന്നല്ലേ? പോൾ വാൾട്ട്. ഇപ്പൊ അങ്ങനെ അതിന്റെ പേര്. ഞാനന്ന് സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കണാരൻ ചാട്ടം എന്ന് അതിന്റെ പേര്. ശരി. ഈ കഥ ഞാൻ ആദ്യമായിട്ട് കേട്ടോ. അല്ലേ? ശിവാൻ തോണി പോയോ? ഇന്നൊരു ഇന്റർവ്യൂ ഉണ്ട്. അതെ, ആണത്താ നാരായണന്റെ ചെക്കനാ. ഓന്റെ അച്ഛനെ ഞാൻ ഒരുമിച്ച് പഠിച്ച എന്നിട്ട് ഓനെ വിളിച്ച കേട്ടോ. ശിവാൻ കഴുത്തിൽ കയറൊക്കെ തൂക്കിട്ടാ വന്നത്. മോനെ, വയസ്സിന് മൂത്ത ആൾക്കാരൊന്ന് ബഹുമാനിക്കുന്നത് നല്ലതാ. എന്റെ പേരെന്തിട്ടാ? എന്റെ പേര് വിനീഷ്. വിനീഷോ? ഏട്ടാ പോണേ? ഞാനേ ഒരു ഇന്റർവ്യൂ ഉണ്ട്. അല്ല കണാരേട്ടാ, എന്തേ? എനിക്ക് ഈ മിക്ക ഇന്റർവ്യൂവിനൊപ്പം പോയി കഴിഞ്ഞാൽ ചരിത്രപരമായിട്ടുള്ള ചോദ്യങ്ങൾ കുറെ വരല്ലേ. നിങ്ങൾക്ക് ഈ വാഗൺ ട്രാജഡിനെ പറ്റിയിട്ട് എന്തെങ്കിലും അറിയോ? അറിയോന്നോ? ഇപ്പൊ നല്ല സമയത്താന്നാ വന്നു കേട്ടോ. ശിവാന്ത ആള് കുഴപ്പമില്ല ചെക്കൻ. ഒരു ചായ എടുത്തോളൂ. കൊടുക്കുവല്ലോ, ചായ കൊടുക്ക്.
ഈ വാഗൺ ട്രാജഡി എന്ന് ഈ ഇന്ന് ഇതില് പാസ്സാവും. ഞാൻ പറഞ്ഞുതരാം ഇന്റർവ്യൂലോ? ഈ പാസ്സാവും. ഇത് പണി കിട്ടും. ഞാൻ പറഞ്ഞുതരാം. ഈ വാഗൺ ട്രാജഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു തീവണ്ടീന്റെ ഒരു ബോഗിയാണ്. അത് ശരി. ഒരു ബോഗീന്റെ ഉള്ളിലേക്ക് നമ്മളെ ഇന്ത്യക്കാരെ ശിവാന്തായി കേൾക്കുന്നുണ്ടോ? ഇന്ത്യക്കാരെ വരിച്ച് നിർത്തിയിട്ട് ബ്രിട്ടീഷുകാർ അക്കാര്യത്തിലൊക്കെ ഭയങ്കര ഡീസന്റാ, നല്ല നീറ്റിൽ അവരെന്തു ചെയ്യാ. അങ്ങനെ വരിച്ച് നിർത്തിയിട്ട് ഇവരിങ്ങനെ കുത്തി ഒലക്കേനോണ്ട് കുത്തി കയറ്റുക ബോഗീന്റെ ഉള്ളിലേക്ക്. അങ്ങനെ കുത്തി നടക്കിയ ഞാൻ ഈ ബോഗീന്റെ അടുത്ത് എത്തരും വാതിലാണ്ട് അടച്ചാൽ എന്നോട് പറഞ്ഞു കഴിഞ്ഞ് ഇനി കയറാൻ പറ്റൂലെന്ന്. അങ്ങനെ ഞാൻ അവിടുന്ന് ഓട്ടോറിക്ഷ വിളിച്ച് പോയിക്കാ. എങ്ങോട്ട്? പരിപാടി സ്ഥലത്തേക്ക്. എന്ത് പരിപാടി? ഗാനമേള. ആരെ? റിമി ടോമിന്റെ. തന്നെ? ഏതോ യുദ്ധത്തിൽ പങ്കെടുക്കാൻ. ഇതെന്ത്? ചായന്റെ പൈസ. ഈ തരികിട്ടാണ് ഒഴിവാക്കും മോനെ. ഈ പൈസ പോവൂല. ശിവാന്താ എന്റെ അച്ഛനെ പോലെ തന്നെ തരികിടാണ്. ഈ പൈസ പോവൂലെന്ന്. ആരാണ്ട പറഞ്ഞു ഇത് പോവൂലെന്ന്? നോക്കി ഇത് പോവും, ഞാൻ കാണിച്ചു തരാം. നോക്കിയോ ആ പോണ എന്തോ ഒരു പരിപാടി. പൈസ ധാരാ വരുന്നേ. ശിവാരേട്ടാ, ഓ തോണിക്കാരൻ വന്നിട്ടില്ലേ? തോണിക്കാരൻ അക്കരക്ക് പോയത് ഇക്കരക്ക് വന്നിട്ടില്ല. ചായ ഓട്ടെ. അല്ല എങ്ങട്ടാ പോണേ? അക്കരെ ഭഗവതി ക്ഷേത്രത്തിൽ ആ കൊട്ട്. ഇക്കരള്ള ഭഗവതിനോ കൊട്ടിപ്പാടി അക്കരക്ക് പറഞ്ഞേച്ച് ഇനി അവിടുന്ന് ആണ്ട് പായിപ്പിച്ചാണ്. കാണാറായിട്ടൊരു സത്യം പറഞ്ഞത്. ശിവാന്ത ഈ നോട്ടിന്റെ കഥ അറിയാം? അറിയോ? എനിക്കറിയില്ല. എനിക്ക് പിന്നെ ഒന്നും അറിയില്ലോ. എനിക്കറിയാം മോനെ. ഈ നോട്ടിനൊരു കഥ ഉണ്ട്. എനിക്കറിയാം ഉമ്മറുട്ടിയെ. ഈ നോട്ടിന്റെ കഥ എന്ന് പറഞ്ഞാല് ഇതാരാണ് ഇതിൻ്റെ അകത്ത് കാണുന്നത്? ഈ ഇമ്പക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇന്ത്യക്കാർ നോട്ടിറക്കാൻ തീരുമാനിച്ചപ്പോ എൻ്റെ അടുത്ത് വന്ന് ഒരു ഫോട്ടോ കൊടുക്കാൻ. ഞാൻ ചോദിച്ചു എന്തിനാ നോട്ടിൻ്റെ അകത്ത് അടിക്കാൻ? ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് പ്രശസ്തി ഞാൻ താല്പര്യപ്പെട്ടില്ല, അത് സമ്മതിക്കില്ല, ഞാൻ തരൂല, ഫോട്ടോ തരൂല, അർത്ഥം മുറിച്ചാണ് പറഞ്ഞ്. ഞാൻ പറഞ്ഞു എന്നെക്കാട്ടിന് കുറച്ചുകൂടി യോഗ്യത ഉള്ള ആള് മൂപ്പര വെച്ച് അടിച്ചോളി. അങ്ങനെ ഈ മനുഷ്യനെ വെച്ച് അങ്ങോട്ട് അടിച്ച്. ഇവരെന്താ എന്റെ ഫോട്ടോ വേണമെന്ന് വാശിരിക്കിന്, ഇത് ചെലവാവണ്ടേ? അങ്ങനെ ഇവർക്ക് അടിച്ച് ഇവർക്ക് വലിയൊരു തൃപ്തിയായില്ല. ഇവരെന്താ ഐഡിയ ഇതെന്നറിയോ? ഇവർ ചെയ്ത ഐഡിയ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഈ നോട്ടിന്റെ ഭാഗത്ത് കണ്ടില്ലേ ഒരു 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 ഒഴിവ്. ഈ ഒഴിവ് എന്തിനാ ഇട്ടെന്നറിയോ? ഞാൻ ഏതെങ്കിലും കാലത്ത് എന്റെ ഫോട്ടോ കൊടുക്കുകയാണ് ഇവിടെ വെച്ചടിക്കാൻ. അന്ന് കൊടുക്കുകയാണ്, എന്ന് അടിച്ചു വരും. അല്ലടോ എന്തിത്താ ഈ നേരത്തെ ഒരു പാട്ട്? ഒരു പാട്ടൊക്കെ നല്ലതാ. അല്ല വല്ലാണ്ട് ക്ഷീണിച്ചിരിക്കല്ലേ, ഒരു ചായ കണ്ട് എടുത്താലോ? പഞ്ചാര കൂട്ടിയെടുത്തോ? പഞ്ചാരേന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് ഉപ്പ് സത്യാഗ്രഹത്തിന്റെ അത് ഓർമ്മ വന്ന്. ഞാൻ പങ്കെടുക്കാത്തൊരു പരിപാടി എന്നാണ് ഉപ്പ് സത്യാഗ്രഹം ഉള്ളു. അന്ന് എനിക്ക് കാലിന് തീരെ വയ്യ, നീര് വന്നിട്ട്. അന്ന് കൊറേ ഇത് നടക്കണല്ലോ, കൊറേ ഓരൊക്കെ ഭയങ്കര സ്പീഡിലാണ് നടക്കുക. ഞാൻ നടന്നാലെത്തൂല, അതിനോട് ഞാൻ അതിൽ പങ്കെടുത്തില്ല. പിന്നെ ആ വിഷമം ഞാൻ അങ്ങോട്ട് തീർത്ത് എല്ലാ യുദ്ധത്തിൽ അങ്ങോട്ട് പങ്കെടുത്തിട്ട് ചായത്തിലെ ചുക്ക് മാരിയ ഉണങ്ങിപ്പോയതാ. അതെന്റെ ചുക്കില്ലാത്ത കഷായം ഉണ്ടോ? അങ്ങനെ ഇപ്പൊ ഇറങ്ങുന്നുണ്ടെന്ന് നമ്മള് കേട്ടിട്ടുണ്ട്. എന്നാ അന്നില്ല, അന്നെല്ലാ കഷായത്തിലും ചുക്കുണ്ട്. ഉമ്മറുട്ടേക്ക് വല്ലാതെ അങ്ങോട്ട് ഇതാവല്ല കേട്ടോ, പറയുന്നാട് കേക്ക്. ഞങ്ങൾ ഒരു 6-6:15 അങ്ങോട്ട് ഇറങ്ങുക. വല്ലും തേച്ച് അങ്ങോട്ട് ഇറങ്ങുക. വല്യ വെച്ചിട്ട് ഇറങ്ങുക. വല്യ വെച്ചിട്ട് ഗ്രൗണ്ടിലേക്കാണ്ട് ഇറങ്ങുക. ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയിട്ട് ഒരു ഭാഗത്ത് ബ്രിട്ടീഷുകാരും ഒരു ഭാഗത്ത് അതങ്ങനെ തന്നെയാണല്ലോ. ഒരു ഭാഗത്ത് ശത്രുക്കൾ, ഒരു ഭാഗത്ത് നമ്മളും തന്നെ. എന്നിട്ട് അങ്ങോട്ട് തുടങ്ങുക. ഒരു വെടിയൊക്കെ അമ്പള് പോകുമ്പില്ല, ഒരു വെടിയൊക്കെ അമ്പള് പോകുമ്പില്ല. അല്ല കാണാത്ത ഈ ഇന്റർവെൽ ഒന്നില്ലേ? അല്ലടോ ഈ എന്തിട്ട് മർത്താനാ പറഞ്ഞു? ഇന്റർവെൽ എന്തിനാ? മൂത്ര വയ്ക്കാനല്ലേ? ഇതൊക്കെ ഇതിന്റെ ഇടയിലാണ്ട് ഒഴിച്ചു. അവസാനം എന്ന് പറഞ്ഞാല് സന്ധ്യാസമയമാകുമ്പോ അതിന്റെ അവസാനം. സന്ധ്യാസമയത്ത് ഇവിടുന്ന് ഞങ്ങൾ ഇവിടുന്ന് ഒരാളങ്ങോട്ട് വിളിച്ചു ചോദിക്കുക, തിലകനാ ചോദിക്കുക.
ഇവിടെ ബാലഗംഗാരത്തിലൊക്കെ മൂപ്പരാ ചോദിക്ക. മൂപ്പ ചോദിക്കൂ, അല്ല ഇന്നത്തെ എമ്പാട് നിർത്തിയല്ലേന്ന്. അപ്പൊ അവിടുന്ന് ഒരാൾ ഇങ്ങോട്ട് പറയൂ, അല്ല നിർത്തിയാന്ന് ഇംഗ്ലീഷ് പറയും. ഒരു ഇംഗ്ലീഷ് ഭയങ്കര സ്പീഡാണ്. അങ്ങനെ അങ്ങോട്ട് നിർത്തിയിട്ട് ഇവരങ്ങോട്ട് തിരിഞ്ഞു പോകുമ്പോ ഞാൻ എന്ത് ചെയ്യുന്ന 2-3 പോകുമ്പോ ഒറ്റ അപ്പം ഇമ്പളെ വല്ലവായി ഉണ്ടല്ലോ, മൂപ്പരിന്റെ പുറത്ത് ഇങ്ങനെ തട്ടിയിട്ട് സാറായി ഉണ്ട് നിന്നോടെ. അല്ല കണാരട്ടാ, ഞാനും ചോദിക്കട്ടെ, ഇത്രയൊക്കെ അനുഭവ സമ്പത്ത് ഉണ്ടായിട്ട് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഒരു വാർഡ് മെമ്പർ പോലായിട്ട് മത്സരിപ്പിച്ചില്ലല്ലോ. അതൊരു ചോദ്യ ആവൂല, എനിക്ക് സ്ഥാനമോഹമില്ലല്ലോ. അല്ല, ഞങ്ങളാരും പഠിച്ച ഒരു പുസ്തകത്തിൽ പോലും നിങ്ങളെ പേര് സ്വാതന്ത്ര്യ സമര സേനാനി ജാലിയൻ കണാരൻ എന്ന് പറഞ്ഞ ഒരു പേര് ഞാൻ വരെ കണ്ടില്ല. എന്താ കാരണം? സ്ഥാനമോഹില്ല, എനിക്ക് പേര് വരാൻ താല്പര്യമില്ല, അതന്നെ. എന്നാലും അതിന്റെ പിന്നിൽ ഒരു കഥ ഇല്ലാണ്ടിരിക്കില്ല. ആ കഥ പറഞ്ഞു കൊടുക്ക്, കുറച്ച് വെള്ളപ്പം കൂടി ബാക്കിയിട്ടതാ. അതിന്റെ കഥ എന്ന് പറഞ്ഞാൽ ഇത് സംഭവം തന്നെ നിങ്ങൾ ആരോടും പറയാത്തൊരു സംഗതിയാണ്. ഞാൻ പറഞ്ഞുതരാം. 1947 ആഗസ്റ്റ് 15 തീയതി നമുക്ക് ഇത് കിട്ടുന്നത് സ്വാതന്ത്ര്യ. മനസ്സിലായി. അപ്പൊ 1940 ആഗസ്റ്റ് 14 വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോ ഞങ്ങള് അന്നത്തെ അവസാനത്തെ യുദ്ധം കഴിഞ്ഞ് ഞങ്ങള് എല്ലാരും കൂടി വന്ന് ക്ലബില്. ക്ലബുണ്ടോ? ഞങ്ങൾക്ക് എന്താ നേരം പോക്ക് വേണ്ട. ക്ലബില് വന്ന് കുത്തിന്നിട്ട് ഞാനുണ്ട്, വല്ലവായി ഉണ്ട്, പിന്നെ തിലകുണ്ട്, ഇവരെല്ലാരും ഉണ്ട്, കാന്തിയാത്തോപ്പുണ്ട്. എല്ലാരും കൂടി ലുഡോ ബോർഡും പാമ്പും കോണി ഇതൊക്കെ കളിക്കുന്ന സമയത്തുണ്ട് രവി വരുന്നേ. ഏത് രവി? രവിയടോ. ഓ, മേത്തൽ നമ്മളെ മരിച്ചുപോയ രവി. എടോ, രവീന്ദ്രനാഥ ടാഗോർ. എന്താ വിളിക്ക? രവിന്ന്. അതെ, ഞങ്ങൾ അങ്ങനത്തെ തണ്ടല്ലേ. അപ്പൊ മൂപ്പരിങ്ങൾ എന്താ വിളിക്കുക? ഇനി ഒന്നെ കണയെന്ന് കാണാതെ വിളിക്കാൻ പോലെ കൈനിക്കടാന്ന് വെച്ചാൽ അല്ലാതെ താക്കല്ലോ. നിങ്ങൾ പറയുന്നത് ഓനെന്താ അറിയാം, എമ്പള് സ്നേഹം കൂടുമ്പോ അക്ഷരം കുറയും. അങ്ങനെ അപ്പൊ മൂപ്പര് കേറി വന്നിട്ട് അല്ല എല്ലാരും കളിയൊക്കെ നിർത്തിക്കോളിട്ടോ, നമുക്ക് ഇന്നത് കിട്ടാൻ പോവുകയാണ്. എന്ത് സ്വാതന്ത്ര്യോ കിട്ടാൻ പോവുകയാണ്. അങ്ങനെ അപ്പൊ ഞങ്ങൾ ഭയങ്കര സന്തോഷമായി. എല്ലാരും എണീറ്റ് കയ്യൊക്കെ അങ്ങനെ അടിച്ച് അങ്ങോട്ട് നിർത്തി, കല്യൊക്കെ നിർത്തി ഭയങ്കര സന്തോഷമായല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും ഇപ്പൊ ഇത് കിട്ടിയല്ലേ, ഞാൻ ദാക്ഷായനോടൊന്ന് പോയി പറഞ്ഞാട്ടേന്ന് എന്റെ പെണ്ണുങ്ങളോടെ. ഞാൻ അങ്ങോട്ട് എണീക്കലും ഒരൊറ്റ എന്നൊരു ഒറ്റ പിടുത്ത. എന്നിട്ട് കണാരായിട്ട് ഞങ്ങളവിടെ കുത്തിരിക്കുന്നു. ഞാൻ ചോദിച്ചു എന്തേ ഇന്നിപ്പം രാത്രി മുമ്പ് ഇത് കിട്ടും. എന്ത് സ്വാതന്ത്ര്യോ? ഇത് കിട്ടും. കിട്ടിക്കഴിഞ്ഞാല് നാളെ രാവിലത്തേക്ക് ഇമ്പക്കൊരു പ്രധാനമന്ത്രി വേണം. ഞങ്ങൾ നോക്കിയിട്ട് ഇപ്പൊ ആരെയും കാണില്ല, നിങ്ങൾ തന്നെ അങ്ങോട്ട് ആവണമെന്ന്. എന്റെ ഭഗവതിയെ എന്നും കൊട്ടുന്ന എന്നോടെന്തിനീ പരീക്ഷണോ? മോനാടെ കുത്തിക്കടോ. അങ്ങനെ ഞാൻ ഇവരോട് പറഞ്ഞ് നിങ്ങൾ ആരാച്ചായിക്കോളി, എനിക്ക് താല്പര്യമില്ല, എനിക്ക് സ്ഥാനമോ ഇല്ല. നിങ്ങൾ പിന്നെ വല്ലവായിനെ ആയിക്കോളി, അല്ല താന്തിയ തോപ്പിനെ ആയിക്കോളി, മൂപ്പർക്ക് തൊപ്പില്ലേ മൂപ്പരായിക്കോട്ടെ. അല്ല വേറെ ആരാച്ചായിക്കോളി, ഞാനാവൂല, തിലകനാക്കിക്കോളി, അങ്ങനെ ആരാച്ചായിക്കോളി, ഞാനാവൂല എന്ന് പറഞ്ഞാൽ അർത്ഥം മുറിച്ചാണ് പറഞ്ഞാൽ ഞാൻ പറയാ മാത്രല്ല ഞാൻ അങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ട് പോന്ന്. അപ്പം വേക്കുന്ന് കാണാരേട്ടാ നിങ്ങളോട് പറയേണ്ടവര് പറഞ്ഞോളുന്ന്. ഒരു കൊളുത്ത് വർത്താനാണല്ലോ. കൊളുത്ത് വർത്താൻ. അപ്പൊ ഞാൻ മൈൻഡാക്കിയില്ലട്ടോ. ഞാൻ അങ്ങോട്ട് പോന്ന് വീട്ടിലെത്തി ദാശാനിയോട് പറഞ്ഞു, ദാശാനി നമുക്ക് ഇന്നത് കിട്ടുകയാണ്. ഓക്ക് വലിയ സന്തോഷായി. അപ്പൊ ഈ കട്ടൻ ചായ ഉണ്ടാക്കി വിടുന്ന അങ്ങനെ ഓള് കട്ടൻ ചായ ഉണ്ടാക്കി. പിന്നെ അവില് കുഴച്ചിന്, അവില് പഴവും ഒക്കെ അരക്കരയും പിന്നെ നെയ്യും ഇതൊക്കെ കൂടി കൂട്ടി നന്നാക്കി അവില് കുഴക്കുന്ന കഥാണോ പറയുന്നത് അതോ സ്വാതന്ത്ര്യ സമരത്തിന്റെ കഥ? അല്ല, അവില് ഇതിന്റെ ഒരു ഭാഗമാണ്. നന്നാക്കി കുഴച്ച് അങ്ങനെ അവില് കുഴച്ചതും കട്ടൻ ചായ ഞങ്ങൾ ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുക. ഉമ്മർത്തുനിന്ന് ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഒരു ഓട്ടോറിക്ഷ വന്ന് നിൽക്കുന്നു. ഓട്ടോറിക്ഷ? അന്നത്തെ മാതിരി തന്നെ മഞ്ഞയും കറുപ്പും. ഞാനും വിചാരിച്ചു അന്നത്തെ കാലത്ത് ചേട്ടുന്ന ഓട്ടോറിക്ഷ. അല്ല, ഈ ഓട്ടോറിക്ഷയിൽ ഇപ്പൊ ആരാ വരാല്ലേ. അങ്ങനെ ഞങ്ങൾ നോക്കുക. അപ്പൊ നോക്കുമ്പോണ്ട് ഓട്ടോറിക്ഷന്ന് ആരാ ഇറങ്ങിയത്? ആരാണ്? സുബ്ബടോ. ഏത് സുബൂന്ന്?
ഇമ്പള് സുഭാഷ് ചന്ദ്രബോസ്. കാണാരേട്ടാ ഇനി ക്ഷമിക്കൂല കേട്ടോ. എന്ത് വിടലാണ് ഇയാള്? എന്നെ പറയണ്ട, എനിക്കറിയില്ലേ. എന്താ ഭഗവതി ഇല്ലത്തുനിന്ന് ഇറങ്ങിപ്പോയി മനേലിട്ട് കേറ്റിയില്ലാന്ന് അറിഞ്ഞോട്ടാ. അല്ല മോനെ, ഇജ്ജ് എങ്ങോട്ടാ? എടാ, തോണി വന്നില്ല അത്. അല്ല ഞാൻ നീന്തിക്കോളാം. എടാ നീന്തി വെള്ളം കുടിച്ച് ചത്തു. ഇതിന് നല്ലത് അതാണ്. മോനെ ഇവിടെ വന്നിരിക്കും, തോണി ഇപ്പൊ വരും. ആ, തോണി എടോ, ദേഷ്യം വന്നു കഴിഞ്ഞാൽ കഴിക്കാൻ നല്ല കുട്ട എടുക്കട്ടെ. ഞാൻ എങ്ങനെയാ കഴിക്കാ? ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഇടയ്ക്ക് മുട്ടച്ചോടം നടത്തിയ അല്ല നിങ്ങൾ കഥ പറയും. അങ്ങനെ മൂപ്പര് കൊലാലിക്ക് ഇങ്ങോട്ട് കേറി ഭയങ്കര ദേഷ്യത്തിൽ ആ കണ്ണുമൊക്കെ ഇങ്ങനെ കറുത്തുണ്ട് ദേഷ്യം കൊണ്ടേ. എന്നോട് ഞാൻ ചോദിച്ചു എന്തേ സുബുവ പോന്നേന്ന്. കണാരേട്ടാ ഇങ്ങളെന്നെ ആവണമെന്ന്. എന്ത് പ്രധാനമന്ത്രി അപ്പോഴും ആവശ്യം തന്നെയാണല്ലേ? അതെ മറ്റോര് പറഞ്ഞേച്ചതാ, നേരത്തെ പറഞ്ഞില്ല, നിങ്ങളോട് പറയേണ്ടവര് പറഞ്ഞോളുന്നു. അതാണ് സംഗതി. ഞാൻ പറഞ്ഞു സുബു എനിക്ക് നിങ്ങളോട് ബഹുമാനം കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഇത് ഞാൻ ഏൽക്കൂല, എന്നെ കൊണ്ട് നടക്കൂല. എനിക്ക് പറ്റൂല, അങ്ങനെ അർത്ഥം മുറിച്ച് അങ്ങോട്ട് പറഞ്ഞാൽ ഞാൻ പറ്റൂല എന്നുള്ളത്. ഞാൻ പറയാം ദാശാനിയെ സുബ് വന്നിട്ടുണ്ട്, ഒരു ചായ ഇങ്ങോട്ട് എടുത്തോന്ന്. ഓള് ചായ ആയിട്ട് വരുമ്പോഴേക്ക് മൂപ്പരാണ്ട് പോയിക്കാ. നീ വന്ന ഓട്ടോറിക്ഷയിൽ തന്നെ ആണ്ട് പോയിക്കാ. ദേഷ്യം പിടിച്ച് പോയതാ. എന്നിട്ട് ഓട്ടോറിക്ഷേന്റെ അകത്തുനിന്ന് ഇങ്ങനെ പുറത്തേക്ക് തലയിട്ട് നോക്കുക, എന്റെ മുഖത്ത് എന്തെങ്കിലും ഒരു ഭാവവ്യത്യാസം ഉണ്ടോന്നേ. ഞാൻ സ്ട്രോങ് ആയിട്ട് അങ്ങോട്ട് നിന്ന്. സ്ട്രോങ് ആയിട്ട് ഒരു ചായ എടുക്കട്ടെ. ആയില്ലേ, സാധനം കിട്ടിക്കോട്ടെ. ഒരു 8 മണിയാകുമ്പോ നല്ല ക്ഷീണമുണ്ട്. 8 മണിയാകുമ്പോ ഞാൻ അങ്ങോട്ട് കിടന്നു നല്ല ഉറക്കാണ്ട് ഉറങ്ങി. ഇല്ല, ഒരു 9:45 10 മണിയായി ഉണ്ടാവും. 10 മണിയായി ഉണ്ടാവും. അപ്പൊ ഉണ്ട് ഒരു തോണ്ടല് മാത്രല്ല ഒരു പാമ്പായിക്കേ. അതെന്നാ ഞാനും വിചാരിച്ചേ പാമ്പാണെന്ന്. അപ്പൊ അന്ന് ജനല് തുറന്നിട്ട് ചൂടുകാല ഏപ്രിൽ 14 അന്ന്. ഓഗസ്റ്റിലല്ല സാധനം കിട്ടി. ചെക്കര മുന്നൊന്നും പറഞ്ഞൂടാ, പറയില്ലേ? ഏതോ ഒരു മാസാണ് അന്ന്. അപ്പൊ ജനല് തുറന്നിട്ടാ കിടക്കണേ. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, എനിക്ക് മനസ്സിലായത് പുറത്തുനിന്നുള്ള കളിയാന്നുള്ള എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ എന്റെ തലവണേന്റെ അടിയിൽ 8 കട്ടേന്റെ ടോർച്ച്, വലിയ ടോർച്ച്, ഇത് ഇങ്ങോട്ട് എടുത്ത് എന്റെ മുഴുവൻ ധൈര്യം അങ്ങോട്ട് സംഭരിച്ചിട്ട് ആരാണ്ടാ ആരാണ് ചോയ്ക്ക് ആരാണ്? നെഹ്റു. പറഞ്ഞോ കാണാരട്ടാ, ഇങ്ങോട്ട് വാടോ. എന്ത് വിടലാണ് ഇയാള്? ഇതിനൊക്കെ ഒരു പരിഹാരം പോകുന്ന പിടിക്കും. പോയടോ. അങ്ങനെ മൂപ്പരുണ്ട് ജനലിന്റെ കമ്പിയും പിടിച്ച് ഇങ്ങനെ നിക്കല്. സ്പൈഡർമാനാ മൂപ്പർ ഇങ്ങനെ നിക്കാൻ. ഞാൻ ചോദിച്ചു എന്തേന്ന് അറിയട്ടാ. ഞാൻ പറഞ്ഞ ഈ കേൾക്കുന്നാണ് ഓരൊക്കെ പറയുന്നത്, എന്നെ ആവണമെന്ന്. എന്ത് പ്രധാനമന്ത്രിയടോ. അപ്പോഴും ആവശ്യം തന്നെയാ. ഞാൻ പറഞ്ഞു നേരേട്ടാ, ഇതിനാണ് നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല, ഞങ്ങൾ അവിടെ പൊയ്ക്കോളി, ഞാൻ താവൂല. ഞാൻ പറഞ്ഞു ഇന്നെ കൊണ്ട് നടക്കൂല, നിങ്ങൾ ആരെയാ അയക്കോളി, അല്ല നിങ്ങൾക്ക് ഞാൻ അയക്കൂടെ. മൂപ്പര് പറയാ ഒന്നും കൂടി അന്ന് ആലോചിച്ച് നോക്ക്, 11:45 ഉള്ളൂ, 12 മണി വരെ സമയം ഉണ്ടെന്ന്. മൂപ്പര് പിന്നെ ജനലിന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ വെറുപ്പിക്കുക, അത് അയ്യാവണം ഇന്റെ അങ്ങോട്ട് നട്ടപ്പെടാൻ തിരിച്ചു. ഞാൻ ജനലൊരു ഒറ്റ അടയ്ക്കല. മോശമായിപ്പോയി. അത്രയും വലിയൊരു നേതാവിന്റെ മുഖത്ത് നോക്കിട്ട് നമ്മള് ജനലടയ്ക്കാൻ പാടുണ്ടോ? നേതാവാണെങ്കിലും പറഞ്ഞാ മനസ്സിലാവേണ്ടോ. അതുകൊണ്ട് അങ്ങനെ ജനലാണ് ടർച്ച്. ഞാൻ സുഖായി ദാശാനും പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്ത മോശമായി പോയത്. സുഖായിട്ട് കടന്ന് അങ്ങോട്ട് ഇതായി ഞാനക്കാര്യായിട്ട് പറഞ്ഞിട്ടോ. പറഞ്ഞു തീർന്നില്ലടോ. പിറ്റേന്ന് രാവിലെ കഥ മുഴുവൻ. അങ്ങനെ നേരം വെളിച്ചായി. നേരം വെളിച്ചായപ്പോ മുറ്റത്തത കിടക്കിന കേസരി. പെരയും കൂടി ഒന്നുമില്ലേ? കേസരി പത്രം ഇടോ. അത് ശരി, അന്നത്തെ പത്രം. അങ്ങനെ ഞാൻ ഈ പത്രം ഇങ്ങോട്ട് എടുത്തിട്ട്
നൂർത്തി ഇങ്ങോട്ട് നോക്കുക. നൂർത്തി ഇങ്ങോട്ട് നോക്കുമ്പോ എന്താ ഫസ്റ്റ് പേജിൽ തന്നെ കാണണേ? എന്താണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. അതിൽ വലിയ പുതുമയൊന്നുമില്ലല്ലോ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് പിറ്റേന്ന് ഇറങ്ങുന്ന പത്രത്തിന്റെ ഹെഡിങ് എന്തായിരിക്കും? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, അതന്നെയല്ലേ ഉള്ളൂ. ഏടാ ഇജ്ജ് തൊള്ളേക്ക് ഒരു കസേരയുള്ള വേണ്ട. ഈ അടിയിൽ എന്താ എഴുതിയെന്നുള്ള ഇജ്ജ് നോക്കി. അടിയിൽ കണാരൻ പിന്മാറി, പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. നിങ്ങൾ വേറെ ആരോടും പറഞ്ഞില്ലല്ലോ. അതെ, വേറെ ആരോടും പറഞ്ഞില്ലല്ലോ. പിടിച്ചോ, കൊട്ടിക്കോ. ഞാൻ കൊട്ട് നിർത്തി. നിങ്ങളിത് വേറെ ആരോടും പറഞ്ഞോ? ഇങ്ങോട്ട് നോക്കി. നിങ്ങളിത് വേറെ ആരോടും പറഞ്ഞോ? നമ്മളോട് മാത്രല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ആരോടും പറഞ്ഞില്ല. ഇനി ആരോടെങ്കിലും പറഞ്ഞാൽ അടുത്ത ദിവസം നാളെ ഇറങ്ങുന്ന പത്രത്തിൽ വേറൊരു വാർത്ത വരും. അതന്നെ. ജാലിയൻ കണാരനെ നാട്ടുകാർ തല്ലിക്കൊന്നു. അത് വരുത്തണം. നിങ്ങളെ പേര് ശരിക്കെന്താ? പറമ്പത്ത് കണാരൻ. ആ ദേശസംഖ്യ എനിക്ക് ഒരു ബന്ധമില്ല. സ്വാതന്ത്ര്യ സമരത്തെ എന്താ ബന്ധമുണ്ടോ? ഞാൻ ആ സമയത്ത് ജനിച്ചിട്ട് കൂടി ജവഹർലാൽ നെഹ്റു നിങ്ങൾക്ക് അറിയോ? ഫോട്ടും കൂടി കണ്ടില്ലടോ. കളിക്കണ്ടോ? അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ജാലിയൻ കണാറിന്റെ ഡയലോഗ്സ്? ഇഷ്ടപ്പെട്ട എല്ലാവർക്കും? ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നല്ലൊരു കയ്യടി കൊടുക്കും. നല്ലൊരു കയ്യടി പോരാ, കയ്യടി പോരാ, കയ്യടി പോരാ. പലരും കൈ നോക്കിയിരിക്കുക, മൊബൈൽ നോക്കിയിരിക്കുക. നല്ല